ഇപ്പോൾ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, NHS റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ NHS റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് ഗവൺമെന്റ് ഭാഗത്ത് യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെ ഉള്ളതായിട്ട് അറിവിലില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ കെയർ വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഈ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ. കെയർ വിസയിലൊക്കെ 12.82 പെൻസ് സാലറി ഇല്ലെങ്കിൽ വിസ കിട്ടില്ല, വിസ റിജക്ഷൻസ് വരും. അതേപോലെ തന്നെ ഹെൽത്ത് സപ്പോർട്ടർ വിസ, സീനിയർ കെയർ വിസ എന്നിവയിലൊക്കെ ഇനി UK ഇന്ത്യയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. UK തന്നെയുള്ള ആൾക്കാരിൽ എടുത്തതിന് ശേഷം മാത്രമേ ഈ ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ കെയർ വിസയെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ കുറച്ച് ന്യൂസുകൾ, അനൗദ്യോഗികമായിട്ട് കുറച്ച് വാർത്തകൾ കേൾക്കാനിടയായിട്ട് കെയർ വിസ ആർക്കും ഇനി കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അതായത് UK ആൾക്കാർക്ക് പോലും ഇനി കെയർ വിസ തൽക്കാലത്തേക്ക് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് അനൗദ്യോഗികമായിട്ട് നമുക്കൊരു വാർത്ത കിട്ടി. പക്ഷേ അതിന് ജെന്യൂനിറ്റി ആയിട്ടുള്ള സോഴ്സ് കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാത്തത്.